എന്റെ പാർട്ടിയിൽപ്പെട്ട എത്രയോ പേർ എന്നോട് സ്വകാര്യം ചോദിച്ചിട്ടുണ്ട്. ഒന്നാം സർക്കാരിന്റെ ഒരു ചൊറുക്കില്ലല്ലോ രണ്ടാം സർക്കാരിന്. ഒന്നാം സർക്കാർ ജോറായിരുന്നു, വാറായിരുന്നു, ഉഷാറായിരുന്നു. ഇപ്പം മോശമൊന്നും അല്ലെങ്കിലും സഖാവേ, പണ്ടത്തേതിന്റെ ഒരു പകിട്ടും പവറും പോരട്ടോ. അങ്ങനെ തോന്നിപ്പോവുക. ഇത് കേട്ട് കേട്ട് പാർട്ടി നേതാവായി മോശമല്ലാത്ത ഒരാളാ ഞാൻ. എനിക്കും തോന്നിപ്പോയോന്ന് ഒരു ദിവസം എനിക്ക് തോന്നിപ്പോയി. ഇസ്മായിൽ ജിയാജി ഒരു ദിവസം ആടിനെ വെക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് കയറയച്ചിട്ട് റോട്ടിലൂടെ അങ്ങനെ നടത്തി ചന്തയിൽ എത്തുന്നതിന് മുമ്പ് ചിലര് ചോദിച്ചു, എങ്ങട്ടാ നിങ്ങളൊരു പട്ടീനെയായിട്ട് പോണ്? ഇസ്മായിൽ ജിയാജി കയറിന്റെ അറ്റത്തേക്ക് നോക്കി, പട്ടിയാണോ? അല്ലല്ലോ, ആടല്ലേ. ചോദിച്ചോളോടൊക്കെ ഇസ്മായിൽ ജിയാജി പറഞ്ഞു, മുണ്ടാണ്ടൊന്നും ഹിമാറേ, ഇത് ആടാണ്. പക്ഷെ ഒരു 100-150 ആൾ അടുപ്പിച്ച് ചോദിച്ചപ്പം ഇസ്മായിൽ ജിയാജിക്ക് ഒരു സംശയം. മൂപ്പര് മൊബൈൽ എടുത്തിട്ട് പാത്തുവിനെ വിളിച്ചു. പാത്തോ, ഞമ്മളെ കൂട്ടിലുണ്ടായിരുന്നത് പട്ടിയോ ആടോ? ആചാർക്ക് അടങ്ങറായിപ്പോയിന്ന്. അയച്ചത് ആചാരാ, മൂപ്പര പോരെയെന്ന. അപ്പൊ ഒരു 100 ആള് പറഞ്ഞ ആടിനെ പട്ടിയാവോ? ചിലപ്പോ അങ്ങനെ തോന്നിപ്പോവും. എനിക്കങ്ങനെ തോന്നാൻ തോന്നി നിങ്ങളോട് പറഞ്ഞില്ലേ, അതാ പ്രശ്നം. ഒരു പ്രശ്നവുമില്ല സഖാക്കളെ. ഒരു 10 റുപ്യക്ക് ഒന്ന് കിട്ടണ നല്ല വെളിച്ചുള്ള മെഴുകുതിരി ഉച്ചക്ക് 2 മണിക്ക് ഈ അമ്പലങ്ങാടിയിലോ നല്ലൂരങ്ങാടിയിലോ നിങ്ങളൊന്ന് കത്തിച്ചു നോക്ക്, വെളിച്ചം കുറയും. എന്താ കാരണം? മെഴുകുതിരിന്റെ കുഴപ്പമല്ല, സൂര്യന്റെ വെളിച്ചം കൊണ്ടാ. അങ്ങനെ ഒരു കുഴപ്പമുണ്ടത്. പോട്ടെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ചപ്പും ചവറും മാറാലയും ചണ്ടിയും കൂടിക്കിടക്കുന്ന ഒരു മുറി, ഒരു റൂം, 500 റുപ്യ ഒരുത്തന്റെ കയ്യിൽ കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞാൻ വരുമ്പോഴേക്ക് ഇത് അടിച്ചു വൃത്തിയാക്കണം കേട്ടോ എന്ന് ഏൽപ്പിച്ചിട്ട് കോഴിക്കോട്ട് പോയി ഒന്ന് തിരിച്ചു വന്നിട്ട് മുറിന്റെ വാതിൽ തുറന്നിട്ട് അല്ലെങ്കിൽ ഷട്ടർ പൊക്കിയിട്ട് ആ മുറിയിലേക്ക് ഒന്ന് നോക്കി, നമുക്ക് തൃപ്തിയാവും. നല്ലോണം നന്നായിട്ടുണ്ടാവും. 500 റുപ്യ കൊടുത്ത് ഒരു 5 മണിക്കൂർ കൊണ്ട് ഓനത് വൃത്തിയാക്കിയിട്ടുണ്ടാവും. ഇനി അടുത്തത് കേട്ടോളി. നല്ലോണം കൊണ്ടെടുക്കണ ഒരു മുറി, അങ്ങനെയല്ലേ നാടൻ ഭാഷയെ പറയാ, അടിച്ച് തുടച്ച് വൃത്തിയാക്കി അഴുക്കും പൊടിയൊന്നും ആകാതെ കൊണ്ടെടുക്കുന്ന ഒരു റൂം 2000 റുപ്യ കൊടുത്തിട്ട് 3 ദിവസം കൊണ്ട് വൃത്തിയാക്കണം, ഞാൻ 4-ാമത്തെ ദിവസം വരുമ്പോഴേക്ക് വെടിപ്പായി നിൽക്കണം എന്ന് 2 ആളെ ഏൽപ്പിച്ച് നിങ്ങൾ കോഴിക്കോട്ടേക്ക് പോയി നോക്കി. 4-ാമത്തെ ദിവസം വന്നിട്ട് ഷട്ടർ ഒന്ന് പൊക്കിയിട്ട് ആ റൂമിലേക്ക് ഒന്ന് നോക്കിയാൽ മനുഷ്യന്മാരാണെങ്കിൽ തോന്നിപ്പോവും, മൂലക്കിലൊരു മാറാല തൂങ്ങിക്കിടക്കുന്നുണ്ടോ? മേശേന്റെ കാലിന്റെ അടിയിൽ പേപ്പറിന്റെ കഷ്ണം കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അടിച്ചപ്പം വൃത്തിയായിട്ടില്ലേ? എന്താ കാരണം? ഇത് നല്ലോണം നിന്ന മുറിയാ, മറ്റേതോ എരപ്പും ചിരട്ടിയായി കിടക്കുന്ന റൂമാ. 8 കൊല്ലം മുമ്പ് ഉമ്മൻചാണ്ടിയിൽ നിന്ന് സഖാവ് പിണറായി സർക്കാർ ഏറ്റെടുത്തത് നശിപ്പിച്ച് നാനാവിധമാക്കി നാറാണക്കല്ല് തിരിഞ്ഞ നാടിനെയാണ്. ഒരു ചൂല്, മുറം, ഇത്തിരി ഒരു കൊടയിന മരുന്ന്, ഇത്തിരി ഏർപ്പാടൊക്കെ ആയിട്ട് ഒരു മോപ്പൊക്കെ ആയിട്ട് പിണറായിയും കൂട്ടരും ആ മുറി അങ്ങോട്ട് വൃത്തിയാക്കി. അപ്പൊ നമുക്ക് എന്ത് തോന്നി? നല്ലോണം നന്നായിക്കണം കേട്ടോ. നന്നായിട്ടുണ്ട്. അതിനുശേഷം സഖാവ് പിണറായി ആ റൂമില് ഒരു പാറ്റ കയറാൻ സമ്മതിച്ചിട്ടില്ല, ഒരു ഈച്ച ചാവാൻ സമ്മതിച്ചിട്ടില്ല, തുടച്ച് വൃത്തിയാക്കിയിട്ട. അപ്പൊ നിങ്ങൾക്ക് തോന്നുക ഒരു ഉഷാറില്ലേ? ഉണ്ടെന്ന്. ഈ കുഴപ്പം കൊണ്ടാ എല്ലാ മേഖലകളിലും ആഗോളവൽക്കരണത്തിന്റെ ആസുരതകളുടെ ആഴക്കടലിൽ പാവപ്പെട്ടവൻ പട്ടട പോകുന്നു, പട്ടിണി കൊണ്ട് ചത്തുതീരുന്നു, പ്രയാസങ്ങളുടെ പാരാവാരത്തിൽ കഴുത്തറ്റം മൂക്കറ്റം മുങ്ങി നിലവിളിക്കുന്നു. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. പക്ഷേ ആ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലെ നയങ്ങളെ നോക്കി അന്താളിച്ചു മന്ദം വിട്ടു നിൽക്കുകയല്ല കേരളത്തിന്റെ സർക്കാർ ചെയ്യുന്നത്. പിന്നെയോ അഖിലേന്ത്യാ സർക്കാർ ഇങ്ങനെയാണ്, ആഗോളവൽക്കരണ നയങ്ങളാണ് നടപ്പാക്കുന്നത്, ഇന്ത്യയുടെ ഭാഗമാണ് കേരളം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അന്താളിച്ചു നിൽക്കലല്ല. പിന്നെയോ കാർമേഘാവൃതമായ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന്റെ ആകാശവീഥികളിലെ കരിമേഘപ്പടർപ്പുകൾക്കപ്പുറത്തേക്ക് പ്രത്യാശയുടെ പ്രകാശകിരണമായി, പ്രതീക്ഷയുടെ ഇടിവെട്ടായി, ആശ്വാസത്തിന്റെ അത്താണിയായും പ്രതിരോധത്തിന്റെ പടച്ചട്ടയായും കരുത്തിന്റെ തുരുത്തും മതനിരപേക്ഷതയുടെ മഹാപർവ്വതവുമായി മലയാളത്തിന്റെ മണ്ണിനെ മടികൂടാതെ മുന്നിൽ നിന്ന് മുഖമുയർത്തി നയിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് കഴിയുന്നുണ്ട്. അതാണ് രാഷ്ട്രീയ ബദൽ. മറക്കണ്ട, ഒരു സംശയവും ഉണ്ടാവരുത് കേട്ടോ. കേരളം മാത്രമാണ് ഈ പ്രയാസങ്ങളുടെ കൊടുങ്കാറ്റിൽ ഉള്ളുലയാതെയും അടിപതറാതെയും നിൽക്കുന്ന ഒരു ഉശിരാർന്ന രാഷ്ട്രീയ സംസ്കൃതി, ഒരു നിലപാട്, ഒരു സംവിധാനം. ആ സംവിധാനത്തെ തകർക്കരുത്, ശ്വാസം മുട്ടിക്കരുത്.